പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവനെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം 14-15 വാക്യങ്ങൾ. പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരിഷയെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ പരിശുദ്ധൻ തന്നെ. ഇതാ, ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മിതിവണ്ടിയാക്കി തീർക്കുന്നു. നീ പർവ്വതങ്ങളെ മെതിച്ച് പൊടിക്കുകയും കുന്നുകളെ പതിർ പോലെ ആക്കുകയും ചെയ്യും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു വാക്തത്വ വചനമാണ്. ശക്തമായ പ്രവചന ദൂതാണ്. ഹല്ലേലൂയ. കാലാകാലങ്ങളായിട്ട് ഈ വചനം വായിച്ച അനവധി ആളുകൾ ദൈവിക അനുഗ്രഹങ്ങൾ, ദൈവകൃപ പ്രാപിച്ചിട്ടുണ്ട്. തളർന്നിരിക്കുന്ന പലരും ഈ പ്രവചന ശബ്ദം കേട്ട് ആത്മാവിൽ നിറയപ്പെട്ടിട്ടുണ്ട്. ഈ പ്രവചനം പലരുടെയും ജീവിതത്തിൽ നിറവേറിയിട്ടുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത്, ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മിതിവണ്ടിയാക്കുന്നു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം കർത്താവ് ഈ വാഗ്ദത്തം നമുക്ക് വളരെ മാധുര്യമായ രീതിയിലാണ് നൽകിയിരിക്കുന്നത്. ഇതിനകത്ത് ഒരുപാട് മാധുര്യം അനുഭവിക്കാൻ കഴിയണം. ഹല്ലേലൂയ. നമ്മെ മൂർച്ചയുള്ളൊരു മിതിവണ്ടിയാക്കി മാറ്റാൻ ദൈവം ആഗ്രഹിക്കുക. ഹല്ലേലൂയ. മലകളെ ചവിട്ടി തകർക്കത്തക്ക നിലയിൽ നമുക്ക് മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലങ്ങളെ, വെല്ലുവിളികളെ, സാത്താന്റെ പോരുകളെ, ആഭിചാര, മന്ത്രവാദ, കൂടോത്ര, ക്ഷുദ്രശക്തികളെ, ദുർഭൂത ബന്ധനങ്ങളെ, ദുരാത്മാവിന്റെ ശക്തികൾ എന്നുവേണ്ട സകല അന്ധകാരത്തെയും, പുതിയ നിയമത്തിലേക്ക് വാഴ്ചകളും അധികാരങ്ങളും ഈ അന്ധകാര ലോകത്തിന്റെ അധിപതി സ്വലോകത്തിലെ ദുഷ്ടാത്മസേനെ അടക്കം ദൈവജനത്തിന് തടസ്സമായി നിൽക്കുന്ന സകല പ്രതികൂലങ്ങളെ കർത്താവ് എന്ത് ചെയ്യുന്നു? നിന്നെ ഒരു മെതിവണ്ടിയെ പോലെ ആക്കിയിട്ട് അതിനെ നീ തകർത്ത് കളയും. പ്രൈസ് ദി ലോർഡ്. നിന്നെ തൊടുവാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയില്ല. ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ദൈവം നിന്നെ ഒരു മെതിവണ്ടിയാക്കി മാറ്റാൻ പോവുകയാണ്. നിന്നെ തകർക്കുവാൻ നിൽക്കുന്ന ശത്രുവിനെ നീ തകർക്കും. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വചനമൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, നമ്മൾ ഒരു കോടാലി എടുത്ത് ഹല്ലേലൂയ ഒരു മരം വെട്ടുവാൻ ആഗ്രഹിക്കുമ്പോൾ ആ കോടാലി മൂർച്ചയുള്ളതാണോ എന്ന് നമ്മൾ ആദ്യം പരിശോധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മൂർച്ചയില്ലാത്ത തുരുമ്പ് പിടിച്ചിരുന്ന ഒരു കോടാലിയാണെങ്കിൽ അതുകൊണ്ട് മരം വെട്ടിയാൽ ആ മരം മുറിയില്ല. നമ്മുടെ ബലം വൃഥാമായി പോകും. നമ്മുടെ ബലം കുറഞ്ഞു പോവുകയുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ എത്ര ആരോഗ്യത്തോടു കൂടി വെട്ടിയാലും, എത്ര ശക്തിയേറി വെട്ടിയാലും, തുരുമ്പ് പിടിച്ചൊരു കോടാലി കൊണ്ടൊരു മരം വെട്ടിമുറിക്കുക വളരെ പാടാണ്. ഒടുവിൽ നമ്മൾ ക്ഷീണിച്ചു പോകും. ഹല്ലേലൂയ. അത് നമുക്കറിയാം. അതുകൊണ്ട് തുരുമ്പ് പിടിച്ച കോടാലി കൊണ്ടല്ല ഒരാൾ മരം വെട്ടുന്നത്, നല്ല മൂർച്ചയേറിയ ഒരു കോടാലി കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ചില ആളുകളൊക്കെ ഈ വീടുകളിൽ വിറക് കീറുന്ന കോടാലി കണ്ടിട്ടില്ലേ? അത് ഒരു കരുവാണ്ടി കൊടുത്ത് അന്ന് മൂർച്ച കൂട്ടുകയോ ഒന്ന് കാച്ചി അല്ലെങ്കിൽ അങ്ങ് തേച്ച് അല്ല രാഗി അതിന് ഒരു മൂർച്ച ഉണ്ടാക്കുകയൊന്നും ചെയ്യാതെ എപ്പോഴും ഇട്ട് മണ്ണിലിട്ട് തൂമ്പകിട്ട് കിളയ്ക്കുന്നത് പോലെ കിളച്ച് വെച്ചിരിക്കുന്ന ചില കോടാലി കൊണ്ട് മരം വെട്ടി അത് കീറാമുട്ടിയായിട്ട് കിടക്കുന്നത് നമ്മൾ പലരുടെയും കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. കാലങ്ങൾ പുരോഗമിച്ചിട്ടും അതിന് ജനത്തിന് മാറ്റം വന്നിട്ടില്ല. എന്നെ കേൾക്കുന്ന പ്രശ്നം അങ്ങനെയല്ല. നമ്മൾ എപ്പോഴും നല്ല മൂർച്ചയുള്ള ആയുധമായിരിക്കണം. ഒരു കോടാലി മൂർച്ചയുള്ള ആയുധമാണെങ്കിലും മരം നന്നായിട്ട് കീർത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നാം എപ്പോഴും മൂർച്ചയുള്ള മിതിവണ്ടിയായി നിന്നെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പിൽ നിൽക്കുന്ന കഠിനമായതിനെയൊക്കെ കീറിക്കളയാൻ, തകർക്കാൻ കഴിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. വ്യക്തം ചെയ്യും. അപ്പൊ നിങ്ങൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ആദ്യം നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ ഏത് കാര്യം ചെയ്യാൻ പോകുമ്പോഴും ആദ്യം നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വേണം ആ കാര്യം ചെയ്യുവാൻ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ ആ കാര്യങ്ങൾക്കകത്തൊരു നീക്കുപോക്കുണ്ടാകും. ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കാതെ ചെയ്യുകയാണെങ്കിൽ അത് തുരുപ്പ് പിടിച്ച കോടാലി കൊണ്ട് മരം കീറത്ത് പോലെ ആയിരിക്കും നിങ്ങൾ പ്രാർത്ഥനയില്ലാത്ത നിങ്ങളുടെ എല്ലാ പ്രവർത്തികളും. ഹല്ലേലൂയ.
പ്രാർത്ഥനയോടുകൂടിയാണെങ്കിൽ മൂർച്ചയുള്ള കോടാലി കൊണ്ട് മരം കീറുന്നത് പോലെ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ വിഷയങ്ങൾക്ക് വരും മറുപടി ഉണ്ടാകും. പ്രാർത്ഥനയില്ലാതെ നിങ്ങൾ ഓരോ കാര്യങ്ങൾ തുടങ്ങിയാൽ മൂർച്ചയില്ലാത്ത കോടാലി, തുരുമ്പ് പിടിച്ച കോടാലി കൊണ്ട് കീറുന്ന പോലെ എല്ലാം തകർച്ചയായിരിക്കും. ഈശ്വരോ, അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും പ്രാർത്ഥനാ മനുഷ്യനായിരിക്കണം. ഈശ്വരോ, എപ്പോഴും പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരിക്കണം. നിങ്ങളൊരു വ്യക്തിയെ സന്ദർശിപ്പാനായിട്ട് ഒരുങ്ങുമ്പോൾ, ഒരു വ്യക്തിയെ കാണാൻ പോകുമ്പോൾ, നിങ്ങളൊരു പ്രത്യേക ആവശ്യത്തിന് കടയ്ക്ക് പോകുമ്പോൾ, നിങ്ങൾ പല പ്രാവശ്യം ആ വ്യക്തിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ആ വ്യക്തിയെ നിങ്ങൾ കാണുന്നില്ല എങ്കിൽ, നിങ്ങൾ രാവിലെ ചെല്ലുന്നു, ഉച്ചയ്ക്ക് ചെല്ലുന്നു, വൈകിട്ട് ചെല്ലുന്നു, ചെല്ലുമ്പോഴെല്ലാം ആ വ്യക്തി വീട്ടിലെല്ലാം പുറത്തു പോയിരിക്കുക, പുറത്തു പോയിട്ട് വരുമ്പോൾ നമുക്ക് കാണാം എന്ന് പറഞ്ഞ് പല പ്രാവശ്യം നിങ്ങൾ അസഹ്യപ്പെടുത്തുകയാണെങ്കിൽ, അല്ലേലിയ, നിങ്ങൾ പല പ്രാവശ്യം ആ വ്യക്തിയുടെ വീട്ടിൽ ചെന്ന് കാണാൻ വേണ്ടിയിട്ട് എന്നിട്ടൊന്നും ഒരു മറുപടി ഇല്ലാതിരിക്കുകയാണെങ്കിൽ, അല്ലേലിയ, നിങ്ങൾ വീണ്ടും ആ വ്യക്തിയെ കാണാൻ പോകുന്നപ്പോൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ലോർഡ്. ആ വ്യക്തിയെ കാണാൻ പോകുന്നപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങൾ ഒരുങ്ങി, കർത്താവ്, ഇന്ന് ഞാൻ ആ സഹോദരനെ, ആ സഹോദരിയെ കാണാൻ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഉണ്ടായിരിക്കണമേ. ഞാൻ ചർച്ച ചെയ്യുവാനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് ആ വിഷയത്തിൽ പരിഹാരം ഉണ്ടാകുവാൻ, ഞാൻ പോകുന്ന ഈ ആവശ്യങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുവാൻ, അദ്ദേഹവുമായി നേരിട്ട് കാണാൻ കർത്താവ് അവിടുന്ന് അനുവദിക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥനയോടെ പോയാൽ, പോയാൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ നിശ്ചയമായിട്ട് കണ്ടുമുട്ടാം. അല്ലേലിയ. അപ്പൊ നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ചെയ്യും, പ്രാർത്ഥനയോടെ ആയിരിക്കണം. പ്രാർത്ഥിക്കുന്നതോറും നിങ്ങളുടെ ഉള്ളിൽ മൂർച്ച കൂടിക്കൊണ്ടിരിക്കും. നിങ്ങളൊരു മിതിവണ്ടിയെ പോലെയാകും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, പ്രാർത്ഥിക്കുന്നവനെ കർത്താവ് ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതും പല്ലേറിയതും ആയ മിതിവണ്ടി പോലെയാക്കും എന്ന് പറയുന്നത്. അല്ലേ? ഈ മെതിവണ്ടി പോലെ നിന്നെ ആക്കുന്നത് എന്തിനാ? നീ പർവ്വതങ്ങളെ മെതിച്ച് പൊട്ടിക്കുവാൻ വേണ്ടി, നിനക്ക് മുമ്പിൽ നിൽക്കുന്ന പർവ്വതങ്ങളെ പൊടിച്ചു തകർക്കുവാൻ, ആമേന്ന് കുന്നുകളെ പതിർപ്പ് പോലെയാക്കാൻ. യോശുവയും കൂട്ടരും ആമയ്ക്കസ്തോ യാത്ര ചെയ്ത് എരിഹോം കടക്കണം. അവർക്ക് എരിഹോം കടക്കുവാൻ കഴിയാതെ വലിയ വൻമതിൽ, എരിഹോം വൻമതിൽ കെട്ടിപ്പൊക്കിയിരിക്കുകയാണ്. അല്ലേരിയ. ആ എരിഹോ മതിലിനെ തകർക്കണമെങ്കിൽ, അല്ലെങ്കിൽ യോശുവൻ തന്നോട് കൂടെയുള്ള ഒരു മെതിവണ്ടി പോലെയായി മാറണം. പ്രേക്ഷകരോ, അതിന് അവർ ചെയ്തത് എന്താ? അവർ 3 ദിവസം ഉപവസിച്ചിട്ടുണ്ട്. യേശുവിടെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ 6-ാം അധ്യായമൊക്കെ വായിക്കുന്ന കാണാൻ കഴിയും. അല്ലേ? അവർ അതിന് ഉപവാസത്തോടെ പ്രാർത്ഥനയോടൊക്കെ ആ കാലഘട്ടത്തിൽ ഇരുന്ന് കാണും. നല്ലൊരു സമർപ്പണം ഉണ്ടായിരിക്കാം. അങ്ങനെ 6 ദിവസം അവർ എരിഹോ മതിലിനെ ചുറ്റി, 7-ാം ദിവസം എരിഹോവിനെ 7 പ്രാവശ്യം ചുറ്റി കാഹള ഊതി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവർ മുമ്പിൽ പർവ്വത സമാനമായി നിന്ന എരിഹോ മതിലെന്ത് ചെയ്തു? തകർന്നു തരിപ്പണമായി. പ്രൈസലോ. അപ്പൊ യോശുവയുടെ ബന്ധത്തിൽ ഈ വചനം അതിശക്തമാണ്. ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതും ആയ മെതിവണ്ടിയാക്കി തീർക്കുന്നു. നീ പർവ്വതങ്ങളെ മെതിച്ച് പൊട്ടിക്കുകയും കുന്നുകളെ പതിർപ്പോലെയാക്കുകയും ചെയ്യുന്നവരും യോശുവയ്ക്ക് മുമ്പിൽ നിൽക്കുന്ന, ഇസ്രായേലിന് മുമ്പിൽ നിന്ന പർവ്വതങ്ങളെ തകർത്ത് കളഞ്ഞു. നിങ്ങളോടുള്ള ദൂതാകട്ടോ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിനക്ക് ഉയരുവാൻ കഴിയാതെ, നിനക്ക് മുമ്പോട്ട് പോകാൻ കഴിയാതെ, നിനക്ക് ജീവിതത്തിൽ ഒരു നന്മ പ്രാപിക്കാൻ കഴിയാതെ, നിന്റെ തലമുറയ്ക്ക് ഒരു നന്മ കിട്ടാതെ, ജോലി കിട്ടാതെ, ഒരു വിവാഹം നടക്കാതെ, ഒരു തലമുറ കിട്ടാതെ, നിന്റെ കുടുംബത്തിന് ഒരു ഐശ്വര്യം ഉണ്ടാകാതെ, നീ തകർന്ന് തരിപ്പണമായിരിക്കുന്ന അനുഭവത്തിലാണെങ്കിൽ ഇന്ന് പകൽ നീ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരുന്നെങ്കിൽ ദൈവം നിന്നെ ഒരു മെതിവണ്ടിയെ പോലെയാക്കി നിനക്ക് മുമ്പിൽ നിൽക്കുന്ന പർവ്വതങ്ങളെ കുന്നുകളെ തകർത്ത് കളയുന്ന നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ ദൈവം നിറവേറാൻ തുടങ്ങും. അതിനിപ്പോ പ്രാർത്ഥന ആവശ്യമാണ്. അല്ലാതെ നിങ്ങൾ തുരുപ്പ് പിടിച്ച കോടാരിയെ പോലെ പ്രാർത്ഥനയില്ല, ആരാധനയില്ല, ദൈവത്തിന് ധ്യാനവുമില്ല, ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാതെ നിങ്ങൾ ഇരുന്നാൽ നിങ്ങളെല്ലായിടത്തും പരാജയപ്പെടും. അപ്പൊ യോശുവയും കൂട്ടരും എന്താണ്? ഹല്ലേലൂയ, മൂർച്ചയുള്ള ഒരു ആയുധമായി മാറി. നാം പ്രാർത്ഥിക്കുന്തോറും മൂർച്ചയുള്ള ആയുധമായി മാറും. പ്രാർത്ഥിക്കുന്തോറും നിന്നിൽ ശക്തി ബലപ്പെടാൻ തുടങ്ങും. പ്രാർത്ഥിക്കുന്തോറും നിന്നിൽ വാഗ്ദത്തം നിറവേറാൻ തുടങ്ങും. പ്രാർത്ഥിക്കുന്തോറും നീ ദൈവത്തോട് അടുക്കും. പ്രാർത്ഥിക്കുന്തോറും നീ ദൈവത്തോട് ചേർന്നിരിക്കും. നിനക്ക് നേരെ നിൽക്കുന്ന ശത്രുവിന്റെ തന്ത്രങ്ങളെ നിനക്ക് മെതിച്ചു കളയാൻ കഴിയും. ഹല്ലേലൂയ. കാലങ്ങളായിട്ട് നിന്റെ കുടുംബത്തെ തകർക്കുന്ന ചില അന്ധകാരത്തിന്റെ പോരുകൾ നിനക്ക് ചുറ്റും വ്യാപരിക്കുമ്പോൾ, ചില സാത്താന്യ ശക്തികൾ നിനക്കെതിരെ ഉയരുമ്പോൾ, നിന്നെ ഉയർത്തത്തില്ലെന്ന് പറഞ്ഞു വാത് കെട്ടി അവകാശം പറഞ്ഞ് നിൽക്കുന്ന, ഹല്ലേലൂയ, ചില തുട്ട പിശാചിന്റെ തന്ത്രങ്ങളെ ഇന്ന് പകൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നീ മെതിച്ചു കളയാൻ പോവുക. വിശ്വസിക്ക് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. വിശ്വസിക്കുന്നതിൽ കരമടിച്ചൊക്കെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അപ്പം ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യാൻ പോവുകയാണ്.
പ്രേസറോ, ഞാൻ ഈ പത്രമൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം യാതൊരു കഴിവുമില്ലാതിരുന്ന എന്നെ യാതൊരു കഴിവുമില്ലായിരുന്നു, ഒരു ശ്രേഷ്ഠതയില്ലാതിരുന്ന, ആരോടൊപ്പം ചേർത്ത് പറയാൻ കഴിയാതെ ബലഹീനനായിരുന്ന എന്നെ ദൈവം വിളിച്ച് വേദനിച്ച് പ്രാർത്ഥന അനുഭവം ദൈവം എൻ്റെ ഉള്ളിൽ പകർന്നപ്പോൾ ഞാൻ ദൈവത്തിനെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ കർത്താവിനെ പുതിയതും മൂർച്ചയേറും പല്ലേറിയുമായ ഒരു മിതിവണ്ടി പോലെയാക്കി എനിക്ക് മുമ്പിൽ നിൽക്കുന്ന പർവ്വതങ്ങളെ കുന്നുകളെ തകർത്ത് കളയുവാനുള്ള ആത്മാവിന്റെ ശക്തി ദൈവം എൻ്റെ മേൽ പകർന്നു. ഇത് കർത്താവ് നിങ്ങൾക്ക് തരും കേട്ടോ. അതുകൊണ്ട് നീ ദൈവത്തോട് ചേർന്നിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഏത് വ്യക്തിയെ കാണാൻ പോയാലും ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വേണം, കർത്താവേ ആ വ്യക്തിയെ ഞാനുമായിട്ട് നേരിൽ കാണത്തക്ക നിലയിൽ എൻ്റെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകുന്ന നിലയിൽ ഹല്ലേലൂയ അതിനെ കർത്താവേ എന്നെ സഹായിക്കണമെന്ന്. അല്ലേ, ഇന്നത്തെ കാലഘട്ടം നമുക്ക് ഒരുപാട് കടക്കണിയിലൂടെ കടന്നു പോവുകയാണ്. മക്കളുടെ ഭാവി ഓർത്തോട്ട് വിവാഹം ഓർത്തിട്ട് അവർക്ക് വീട് പണിത് കൊടുക്കാൻ, ഒരു നല്ല ജോലിക്ക് അയക്കുവാൻ, അവരെ അങ്ങനെ വിവിധ തലങ്ങളിൽ അല്ലേരിയ മനുഷ്യൻ കടത്തിന്റെ ഇടയിലാണ്. അല്ലേരിയ കടം എന്നൊക്കെ പറഞ്ഞ വലിയ പർവ്വതം പോലെ ചിലരുടെ മുമ്പിൽ അല്ലേരിയ. അതുകൊണ്ട് ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാപിതാവേ, നിനക്ക് മുമ്പിൽ നിൽക്കുന്ന പർവ്വതങ്ങളെ മെതിച്ച് കളയുവാൻ ദൈവം നിന്നെ തന്നെ ഒരു മെതിവണ്ടിയാക്കാൻ പോവുക. അല്ലേരിയ അതിനൊറ്റ കാരണം ദൈവസന്നിധി പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. പ്രൈസ്. അപ്പൊ നിങ്ങൾ ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തോട് ചെന്നാൽ അല്ലേലൂയ ദൈവം നിങ്ങളെ ശക്തമായിട്ട് ഉപയോഗിക്കും. അതുകൊണ്ടാണ് ലൂക്കോസ് സുവിശേഷം 18-1 വായിക്കുന്നുണ്ട്, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. അല്ലേലൂയ നീ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ, മടുപ്പ് നിന്റെ ഹൃദയത്തിനകത്ത് ഉളവാകാതെ നീ മടുപ്പില്ലാതെ പ്രാർത്ഥിക്കുന്നെങ്കിൽ, ദൈവത്തോട് ചേർന്നിരിക്കുന്നെങ്കിൽ, തമ്പുരാൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അല്ലേലൂയ ഈ വചനം എന്നൊക്കെ പറയുന്ന അനേകർക്ക് ആശ്വാസമായി തരുന്നത്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പരിശ്രമാവിധി പ്രാർത്ഥനയ്ക്ക് മടങ്ങി വരണം. ക്രൈസ്തവ സമൂഹത്തിൻ്റെ സാത്താനിശക്തികൾ ലോകമെമ്പാടും എഴുന്നേറ്റിരിക്കുക. സകല ക്രൈസ്തവ പുരോഹിതന്മാരെയും ക്രൈസ്തവ സന്യാസികളെയും ക്രൈസ്തവ വിശ്വാസികളെയും സകല പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ട സകല കർത്താവിന്റെ ദാസിദാസന്മാരെ തകർക്കുവാൻ പർവ്വത സമാനമായ വലിയ കുന്നുകൾ പോലെയുള്ള തീവ്രവാദ ഭീകരവാദ വർഗീയവാദികൾ ലോകമെമ്പാടും എഴുന്നേറ്റുകൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ ഭരണ സംവിധാനങ്ങൾ അതിന് അനുകൂലമായി നിൽക്കുമ്പോൾ, സ്തോത്രം പോലീസും അധികാരികളും വെറും നോക്കുകുത്തികളായി മാറുമ്പോൾ, നീ ഒരു മെതിവണ്ടിയെ പോലെ എഴുതേക്കാം പ്രാർത്ഥനയിൽ. ഹല്ലേലൂയ അറിയാം, നമ്മുടെ അനവധി ക്രൈസ്തവ വിശ്വാസികളെ യാതൊരു ദയ കൂടാതെ വഴിയിൽ റോട്ടിൽ വലിച്ചിഴച്ച് തല്ലി അടിച്ച് മുറിവേൽപ്പിച്ച് കയ്യും കാലും പൊട്ടിച്ച് ആശുപത്രിയിലാക്കി ആക്കുന്നത് അവരെ ക്രൂരമായി ഉപദ്രവിക്കുമ്പോൾ, നമ്മുടെ ഭാരതത്തിന്റെ പോലീസ് അടക്കം നമ്മൾ വടക്കേണ്ടിലെ കണ്ടില്ലേ വെറും നോക്കുകുത്തികളെ പോലെ ഇരിക്കുന്നത്. നമുക്ക് നിയമമുണ്ട്, പക്ഷേ ക്രൈസ്തവർക്കെതിരെ ശക്തമായി വിരോധം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തിരിച്ചടിക്കുവാൻ, നമുക്ക് പ്രതികാരം ചെയ്യുവാൻ കർത്താവ് കൽപ്പന തന്നിട്ടില്ലാത്തതുകൊണ്ടും, നിന്റെ വലത്തെ ചികത്തടിക്ക് ഇടത്തതും കൂടെ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ, അല്ലെ നിന്റെ ഒരു ചികത്തടിക്ക് മറ്റേ കൂടെ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞതുപോലെ, അല്ലേലിയ നമുക്ക് പ്രതികാരമില്ല. ശത്രുക്കളെ സ്നേഹിപ്പാൻ പറഞ്ഞ കർത്താവ്, നിങ്ങൾ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ കർത്താവിന്റെ സന്നിധിയില് നമുക്കൊരു പോരാടി ജയിക്കുവാൻ കഴിയണമെങ്കിൽ നീ പ്രാർത്ഥനയുടെ അനുഭവത്തിൽ വന്നാൽ കർത്താവ് നിന്നെ പുതിയതും മൂർച്ചകളും പല്ലേറിയതുമായ മിതിവണ്ടിയാക്കി തീർക്കും. മാത്രമല്ല, നിനക്ക് മുമ്പിൽ നിൽക്കുന്ന പർവ്വത സമാനമായിരിക്കുന്ന തീവ്രവാദ ശക്തികളെ ദൈവം തകർത്ത് കളയും. ഇപ്പൊ ഞാൻ പറയട്ടെ, കഴിഞ്ഞ കാലങ്ങളിൽ ഛത്തീസ്ഗഡ്, അല്ലേലിയ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഭോപ്പാലില്, ബീഹാറില്, ഗുജറാത്ത്, ഉത്തർപ്രദേശിലൊക്കെ അനവധി ദൈവമക്കളെ തകർത്ത് തരിപ്പണമാക്കി ജയിലിലടച്ചിരിക്കുക. അല്ലേലിയ സ്തോത്രം. ഈ രാജ്യങ്ങളിലൊക്കെ, ഈ സംസ്ഥാനങ്ങളൊക്കെ ദൈവത്തിന്റെ ന്യായവിധിയുടെ കരം വെളിപ്പെടാൻ സമയമായി. ദൈവജനത്തിന്റെ രക്തം ചൊരിയിച്ച, ദൈവജനത്തെ തകർത്ത്, ദൈവജനത്തിലെ പടമുരിത, ദൈവജനത്തെ തല്ലി അടിച്ചു വേദിച്ച സംസ്ഥാനങ്ങൾക്ക് ദൈവത്തിന്റെ ന്യായവിധിയുടെ കരം വെളിപ്പെടാൻ പോകുന്നു. ഹല്ലേലൂയ ദൈവജനത്തെയും ദൈവമക്കളെയും ക്രൈസ്തവ സമൂഹത്തെയും വിശ്വാസികളെയും പുരോഹിതന്മാരെയും സന്യാസികളെയും ഭാഷമാരെയും ഉപദ്രവിക്കുന്ന നൈജീരിയയുടെ മേലും ഇസ്രയേലിന്റെ മേലും ഒക്കെ ദൈവത്തിന്റെ കരം പ്രവർത്തിക്കാൻ പോവുക. ന്യായവിധി ദൈവം പ്രവർത്തനം നിങ്ങൾക്ക് തടയാൻ കഴിയില്ല കേട്ടോ. ഞങ്ങൾക്ക് അതിനുള്ള ഒറ്റ മാർഗം പ്രാർത്ഥനയാണ്. ഞങ്ങൾ ആരെയും ചീത്ത വിളിക്കത്തില്ല, ഞങ്ങൾ ആരെയും തല്ലാൻ വരത്തില്ല, ഞങ്ങൾ ആരെയും കൊല്ലാൻ വരത്തില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പ്രാർത്ഥന തടയുവാൻ നിങ്ങളുടെ ഒരു തന്ത്രങ്ങൾക്കും കഴിയില്ല.
ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അത്ര ശക്തിയുണ്ട്. കാരണം കർത്താവ് ഞങ്ങളെ പുതിയതും മൂർച്ചകളും പല്ലേറിയതുമായി മെതിവണ്ടി പോലെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ദൈവം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകമുണ്ട്, ആത്മാവുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. അതിനെ തകർക്കുവാൻ ആർക്കും കഴിയുന്നില്ല. അതുപോലെ തന്നെ എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, കാലങ്ങളായിട്ട് നീ രോഗത്താൽ ബന്ധിക്കപ്പെട്ട് വിവിധ സ്ഥലങ്ങളിൽ രോഗിയായി കിടക്കുകയാണെങ്കിൽ, പല ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി നിനക്ക് ഒട്ടും സൗഖ്യം വരാതെ, ഒട്ടും ഭേദം വരാതെ നീ ഭാരപ്പെടുകയാണോ? ശിരസോട്ട് ഉള്ളങ്കാല് വരെ നിന്നെ തകർക്കുന്ന നല്ല നട്ടി നരമ്പുകളും ജോയിന്റുകളും പേശികളും എല്ലാ രക്തധമനികളിലും വിവിധ തലങ്ങളിലെ രോഗങ്ങൾ എല്ലാവരെയും നിന്റെ കുടുംബത്തിന്റെ കടമാതിൽ കെണികൾ, നിന്റെ കുടുംബത്തിന്റെ തകർന്ന അനുഭവങ്ങൾ, ഭർത്താവിന്റെ മദ്യപാനം, നിന്റെ ഭാര്യയുടെ മദ്യപാനം, മക്കളെ മദ്യപാനം, ലഹരിക്ക് അടിമകളായി കിടക്കുന്ന കുടുംബത്തിനകത്തെ രാജകത്വം കൊണ്ടുവരുന്ന എല്ലാ സാത്താന്റെ ശക്തികളെയും ഹല്ലേലൂയ അതിനെ തകർക്കുവാൻ നിനക്ക് കഴിയും. പ്രൈസ്. അതിനു വേണ്ടിയിട്ടാണ് ഈ വാഗ്ദത്ത വചനങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് തന്നിരിക്കുന്ന സ്തോത്രം. ഈ വചനം കേൾക്കുമ്പോൾ ഇന്ന് പകൽ ദൈവം നിന്റെ കുടുംബത്തിൽ ചില അത്ഭുതങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുക. വിശ്വസി കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാൻ ഈ വചനം സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ അനവധി തകർന്ന കുടുംബങ്ങൾ തരിപ്പണമായി ഉയരുവാൻ കഴിയാതെ മരണം മാത്രം മതി എന്ന് പറഞ്ഞിരിക്കുന്ന ചിലരെ ദൈവത്തിന്റെ ആത്മാവിനെ ഓർപ്പിക്കുക. ഹല്ലേലൂയ. അങ്ങനെ തകർന്നിരിക്കുന്ന കുടുംബങ്ങളോട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നത് ദൈവം നിന്നെ ഉയർത്താൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇവിടെ നാം വായിച്ച വചനം എന്താണ്? ഹല്ലേലൂയ. പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരീക്ഷയെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ പരിശുദ്ധൻ തന്നെ, ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായി മെതിവണ്ടിയാക്കി തീർക്കുന്നു. നീ പർവ്വതങ്ങളെ മെതിച്ച് പൊടിക്കുകയും കുന്നുകളെ പതുപോലെ ആക്കുകയും ചെയ്യുമെന്ന് യാക്കോബിനോട് ദൈവം പറയുമ്പോൾ, യാക്കോബിനെ ഒരു പുഴുവിനെ പോലെ ദൈവം കാണുക. ആ ഭാഗത്ത് നമ്മൾ വായിക്കുമ്പോൾ ചരിത്രത്തിന്റെ ഭാഗം അനുസരിച്ച് നമ്മൾ പറഞ്ഞു കേൾപ്പിക്കാം. അപ്പം പുഴുവായി യാക്കോബിന്റെ മഹത്വം പ്രൈസലോ പ്രവാചകൻ ആത്മാവിൽ ഹല്ലേലൂയ കാണുകയാണ്. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ പല പേരുകളിൽ ഈ പുസ്തകത്തിനകത്ത് ദൈവം വിളിക്കുന്നുണ്ട്. അതിൽ ചിലത് അവരുടെ സ്വഭാവത്തോട് ബന്ധപ്പെട്ടതാണ്. ദാസനായ ഇസ്രായേൽ, തിരഞ്ഞെടുത്ത യാക്കോബ്, ദൈവത്തിന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതി എന്നിങ്ങനെ. എന്നാൽ ഇവിടെ എന്റെ ദാസൻ ഇസ്രായേൽ പരീക്ഷ, പുഴുവായ യാക്കോബ് എന്നിങ്ങനെയുള്ള സംബോധനകളാൽ ദൈവം അവരെ ധൈര്യപ്പെടുത്തുകയാണ്. ദൈവത്തിന്റെ ജനത്തെക്കുറിച്ച് ദൈവത്തിന്റെ കരുതൽ എത്ര വലുതാണ്. ഹല്ലേലൂയ. പുഴുവായ യാക്കോബിനെ ദൈവം ഹല്ലേലൂയ പുതിയതും മൂർച്ചയും പല്ലേറിയതുമായൊരു മെതിവണ്ടി പോലെയാക്കി തീർക്കുന്നു. ഹല്ലേലൂയ. പുഴുവായ യാക്കോബ് അല്ലേ. പുഴുവെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ അല്ലേ. ഇവിടെ പുഴുവെന്നൊക്കെ പറയാം, ഒരു പുഴുവിന്റെ അല്ലേ. പുഴുവിനെ ആർക്കും കൊല്ലാം, ഒരു പുഴുവിനെ ആർക്കും കൊല്ലാം. പക്ഷികൾക്ക് അതിനെ കൊത്തി തിന്നാം. സ്വതവേ ആയുസ് തീരെയില്ലാത്ത ഇങ്ങനെയുള്ള ഒരു നിസ്സഹായ ജീവിയാണ് പുഴുവെന്ന് പറഞ്ഞാൽ. ആ പുഴുവിനോട് ഉപമിച്ചാണ് യാക്കോബിനെ ദൈവം ഇവിടെ വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. യാക്കോബ് പുഴുവായ യാക്കോബിന്റെ ദൈവം പറയാം, നീ ധൈര്യപ്പെടുക, നീ ഭയപ്പെടരുത്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രശ്നയ്ക്ക് ഒരു പുഴുവിനോട് ഉപമിച്ചുകൊണ്ട് നിന്നെ പുഴുവായ യാക്കോബിന്റെ മകളായി ദൈവം നിന്നെ വിളിച്ചു വേദനിച്ചില്ലെങ്കിൽ ഹല്ലേലൂയ, യാക്കോബിനെ ഒരു മെതിവണ്ടിയെ പോലെ ആക്കിയ കർത്താവ് പുഴുവായ നിന്നെയും ഒരു മെതിവണ്ടിയാക്കി മാറ്റുവാൻ കഴിയും. പുഴുവിനെ ആർക്കും കൊല്ലം, ആർക്കും ചവിട്ടി ജനിക്കും, ഏത് പക്ഷികൾക്കും കൊത്തിത്തിന്നാം. ആയുസില്ലാത്ത ഈ ജീവിക്ക് ഒരിടത്തും പ്രതീക്ഷയില്ലാതിരിക്കുമ്പോൾ, അതുപോലെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷയില്ലാതെ ആരുടെ മുമ്പിൽ തല ഉയർത്താൻ കഴിയാതെ, മറ്റുള്ള യുദ്ധം ചെയ്ത് ജയിപ്പാൻ കഴിയാതെ നീ പരാജയത്തിന്റെ വടുകുഴിക്കകത്ത് വീണ് കിടക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് പകൽ ഒരു പുഴുവിന്റെ അനുഭവത്തിലൂടെ നീ കടന്നു പോകുന്നെങ്കിൽ രക്തം ചെയ്യും. ദൈവം നിന്നെ ആ സ്ഥിതിയിൽ നിന്ന് മാറ്റിയെടുത്ത് ഒരു മെതിവണ്ടിയാക്കി മാറ്റാൻ പോവുക. ഹല്ലേലൂയ. നീ സകലതും തകർക്കും. ഹല്ലേലൂയ. നീ സകലതും നിനക്കും നിൽക്കുന്ന പർവ്വതങ്ങളെ നീ തകർക്കും, കുന്നുകളെ നീ പൊടിക്കും. പ്രൈസ് ദി ലോർഡ്. അതാ ഞാൻ ആദ്യം പറഞ്ഞു, നിനക്കുമ്പ് നിൽക്കുന്ന ദുർസേവകളെ എല്ലാം നീ നീക്കിക്കളയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാരെന്നാണ് ദൈവത്തിന് വചനം വായിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് നീ ഭയപ്പെടേണ്ട എന്ന് ദൈവം അവിടെ പറയുക. ദൈവം കൂടെ ഉണ്ടെങ്കിൽ പുഴു സർപ്പത്തെക്കാൾ ആയുസ്സും ബലവും അല്ലെങ്കിൽ കൂടുതലുള്ള ജീവിയാകും. അല്ലെ, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഈ പുഴുവെന്ന് പറഞ്ഞത് സർപ്പത്തെക്കാൾ ആയുസ്സും ബലവുമുള്ള അനുഭവമായി മാറും. സർപ്പത്തിന് എന്താണ് അല്ലെങ്കിൽ ആയുസ്സും ബലവും കൂടുതലുള്ള ജീവിയാണ്.
അല്ലെങ്കിൽ അതുപോലെ തന്നെ പുഴുവിന് ഇതൊന്നുമില്ലെങ്കിൽ ദൈവം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ നിന്നെ അതേ അനുഭവത്തിൽ കൊണ്ടുവരുമെന്നതിന് ചരിത്രം പറയുന്നത്. ഹല്ലേലൂയ. അപ്പം ദൈവം നമ്മോട് പറയുന്നു, നീ പുഴുവാണ്, എന്നാൽ ഞാൻ നിന്റെ കൂടെയുണ്ട്. സഹോദര സഹോദരി, യാക്കോബിന്റെ ബന്ധത്തിലാണ് പറഞ്ഞത് കേട്ടോ. പ്രവാചകന്റെ വാക്കുകൾ പ്രവചന ശബ്ദമാണ്, പ്രവചന ദൂതാകട്ടോ. നീ ഒരു പുഴുവായിരുന്നാലും. ഹല്ലേലൂയ. ചിലർക്ക് ഈ പ്രാർത്ഥനയിലൊക്കെ പറയും, ഹല്ലേലൂയ, ആമേ കർത്താവേ, ഞങ്ങൾ പുഴുക്കളെ പോലെയാണ്, പുഴുവായിരിക്കുന്ന, ആമേ പൊടിമണ്ണായിരിക്കുന്ന, അങ്ങനെയൊക്കെ എല്ലാ കാലത്തും പറയുന്നവരുണ്ട്. ഹല്ലേലൂയ. എനിക്കൊരു ഈ സമായോഗത്തിനൊക്കെ മീറ്റിങ്ങുകളൊക്കെ പലപ്പോഴും പടന്നു പോകുമ്പോഴേ പലരും കർത്താവിന് പുഴുവായി ഞങ്ങളെ, പൊടിയായി ഞങ്ങളെ, അവർ ജീവിതകാലം മുഴുവൻ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരെന്നും പുഴുവും എന്നും പൊടിയുമായിരിക്കാൻ അവരാഗ്രഹിക്കുന്നു. എന്നാൽ അവർക്കൊരു മെതിവട്ടിയാകാൻ അവർക്ക് താല്പര്യമില്ല. എന്നും പുഴു, നീ എന്നും പുഴുവായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിന്റെ ജീവിതകാലം മുഴുവൻ നീ പുഴുവായിരിക്കും. വരുന്നവരെല്ലാം നിന്നെ ചവിട്ടി മെതിച്ച് ഞെരടിച്ച് ആമി പക്ഷികൾ കൊത്തിപ്പറിച്ച് ആയുസില്ലാത്ത അനുഭവത്തിൽ നീ കടന്നു പോകും. ഹല്ലേലൂയ. എന്നാൽ പുഴുവായി യാക്കോബിനെ ദൈവം മെതിവട്ടിയാക്കി മാറ്റിയതിന് നീ പ്രാർത്ഥനയിലേക്ക് വന്ന് നീ ഒരു മെതിവട്ടിയാകണം. നിനക്ക് മുമ്പിൽ നിൽക്കുന്ന പർവ്വതങ്ങളെ, മെതിച്ചുകളെ, കുന്നുകളെ തകർക്കണമുള്ള ചിന്തയോടെ നീ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരുന്നെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾക്ക് മാറ്റം നൽകുന്നത്. അതുകൊണ്ട് നീ എന്നും പുഴുവായിട്ടിരിക്കരുത്. ചെല്ലെന്നും പുഴുവായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസലോ. അങ്ങനെ ഒരുപാട് വിശ്വാസികളുണ്ട് കേട്ടോ. ഹല്ലേലൂയ. അപ്പം കർത്താവിന്റെ ദൈവം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ നീ ഒരു മെതിവണ്ടിയാണ്. അതുപോലെ ദൈവത്തിനോട് കൊണ്ട് നീ ഒരു മെതിവണ്ടിയായി മാറണം. എന്നും എനിക്കില്ലേ എനിക്കില്ലേ എനിക്കില്ലേ, ഞാൻ എങ്ങനെ ജീവിക്കും, എങ്ങനെ മക്കളെ പുലർത്തും, എങ്ങനെ മക്കളെ നോക്കും, എങ്ങനെ അവരെ പഠിപ്പിക്കും, എങ്ങനെ അവരെ കൊണ്ടുപോകും എന്നൊക്കെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടുമല്ലേ? എന്നെ കേൾക്കുന്ന പ്രശ്നം, ഞാൻ ഒരുപാട് കഷ്ടതയിലൂടെ കടന്നുപോയ ആളാണ്, ഒരുപാട് പ്രതിസന്ധികൾ കടന്നുപോയ ആളാണ്. ഇപ്പോഴും ഒരുപാട് കഷ്ടത പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുക. പക്ഷെ ഞാനൊരു പുഴുവല്ല, ഞാൻ ഒരു പൊടിയുമല്ല. ഇതൊക്കെ ഒരു ഉദാഹരണമായി ദൈവം തന്നിട്ട് കർത്താവ് പറയുക, പുഴുവായി നിന്നെ ഞാൻ മിതിവണ്ടിയാക്കി മാറ്റുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ആ അനുഭവത്തിൽ നിൽക്കുക. ഹല്ലേലൂയ. അപ്പൊ എനിക്ക് മുമ്പിൽ നിൽക്കുന്ന പർവ്വതങ്ങളെ മെതിക്കുവാൻ, ഹല്ലേലൂയ, മെതിക്കുവാൻ, എനിക്ക് മുമ്പിൽ കുന്നുകളെ പതിൽ പോലെ ആക്കുവാൻ ദൈവം എൻ്റെ ഉള്ളിൽ പ്രാർത്ഥനയുടെ ആത്മാവിനെ തന്നിരിക്കുക. പരിശുദ്ധാത്മാവിന്റെ ശക്തി എൻ്റെ ഉള്ളിൽ പകർന്നിരിക്കുക. അതുകൊണ്ട് ഇന്ന് പകൽ വചനം കേൾക്കുന്ന ശ്രോതാവേ, നീ മടങ്ങുക, പ്രാർത്ഥനയിലേക്ക് മടങ്ങുക. നമുക്ക് ഒന്നിച്ച് കരങ്ങൾ കോർക്കാം, ഒന്നിച്ച് മുട്ടുമടക്കാം, ഒന്നിച്ച് മുഴങ്ങാൻ മടക്കാം. നമുക്ക് മുട്ടുമേൽ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. തിരിപ്പ് കൂടാതെ രാഷ്ട്രീയ സ്പിരിറ്റ് എന്നൊക്കെ പറഞ്ഞ സഭാ സ്പിരിറ്റ് നിന്റെ ഉള്ളിൽ ഉണ്ടാകാതെ ആത്മാവിന്റെ സ്പിരിറ്റ് നിൽ നിറയപ്പെട്ട നീ ദൈവത്തിലേക്ക് മടങ്ങുന്നു വന്ന് ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ച് ദൈവസന്നിധിയിൽ മുഴങ്ങാൻ നിന്നെ മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലങ്ങളെ മാറ്റുവാൻ ദൈവം നിന്നെ ആത്മാവിൽ നിറയ്ക്കുവാൻ തുടങ്ങും. അപ്പം ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ ആരെ ഭയപ്പെടണം? സാത്താനെ ഭയപ്പെടണം? ഒരിക്കലും സാത്താനെ ഭയപ്പെടണ്ട. സാത്താൻ എന്ന് പറയുന്നത്, പിശാച് എന്ന് പറയുന്നത് നീ ഭയപ്പെടരുത്. ഹല്ലേലൂയ. അവൻ ഭയപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ തലയിൽ കയറി നിരങ്ങുവൻ. ഹല്ലേലൂയ. ചിലർ പറയത്തില്ലേ, നീ അവനോട് കൂട്ടുകൂടരുത്, അവളോട് കൂട്ടുകൂടി അവനോട് കൂട്ടി നിന്റെ തലയിൽ കയറി നിരങ്ങുമെന്ന് ചിലർ പറയത്തില്ലേ പഴമക്കാരെ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ സാത്താനോട് കൂട്ടുകൂടിയാൽ പിശാചിനോട് കൂട്ടു അവൻ നിങ്ങളുടെ തലയിൽ കയറി നിരങ്ങും. അല്ലേ? അതിന് നീ ഇടം കൊടുക്കരുത്. ഹല്ലേലൂയ. സാത്താൻ നിന്നെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങൾ നാം അറിയാത്തവരല്ലല്ലോ എന്നാ ദൈവത്തിന് 2:11 വായിച്ചു നോക്കണം, അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അല്ല, അവൻ തന്ത്രശാലിയ, സൂത്രശാലിയ. അതുകൊണ്ട് ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അത് മതി. ദാവീദ് തന്നെത്താൻ കൃമിയോട് ഉപമിച്ച് പറയുക. കൃമിയോട് ഉപമിച്ച് പറയും 22 സങ്കീർത്തനത്തിൽ, ഹല്ലേലൂയ, 6 യാക്കോബ്, അല്ലെങ്കിൽ സങ്കീർത്തനം ദാവീദ് ഒരു കൃമിയാണെന്ന് പറയാം. ഒരു കൃമി ആർക്കും വേണ്ടി കൊല്ലാം. പക്ഷെ ഈ കൃമിയായ ദാവീദിനെ, ഒരു കൃമിയെപ്പോലെയായ ദാവീദിനെ ദൈവം പിന്നത്തേതിൽ ശമൂവേൽ പ്രവാചകനെ അയച്ച് അഭിഷേകം ചെയ്ത് ശമൂവേൽ പ്രവാചകനാൽ അഭിഷേകം പ്രാപിച്ച, അഭിഷേകത്തിൽ നിറയപ്പെട്ട ദാവീദ് പിന്നത്തേതിൽ എന്ത് ചെയ്തു? ഇസ്രായേൽ രാജ്യത്തെ 40 വർഷവും 6 മാസവും ഭരിച്ച ശക്തനായ ദൈവത്തിന്റെ സ്നേഹിതനായിരിക്കുന്ന സ്തോത്രം, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള, ദൈവത്തിന് ഇഷ്ടപ്പെട്ട്, ദൈവത്തിന് ബോധിച്ച, ദൈവത്തിന്റെ മാനസപുത്രനായി മാറിയ ദാവീദിനെ പോലെ ദൈവത്തിനെ ഉയർത്തും കേട്ടോ. ഒരു കൃമിയായ ദാവീദിനെ ദൈവം ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ കൊണ്ടിരുത്തിയെങ്കിൽ, ഹല്ലേലൂയ, പുഴുവായി യാക്കോബിനെ ദൈവം ഒരു മിതിവണ്ടി പോലെ ആക്കിയെങ്കിൽ നിന്നെ ദൈവം ഉയർത്താൻ പോവുകയാണ്.
രക്തം കരമടിച്ച ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. നിന്റെ എല്ലാ പരാജയങ്ങളെ ദൈവം മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ എല്ലാ തടസ്സങ്ങളെ ദൈവം മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ട് ശ്രോതാവ് എവിടെയാണ് നീ തകർന്നിരിക്കുന്നത്, ഏത് സാഹചര്യത്തിൽ വീഴ്ചയിൽ ഇരിക്കുന്നത്, എവിടെയാണ് നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരഞ്ഞ് നിലവിളിയോടെ ആമേൻ മതി എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുന്ന സ്ഥാനത്ത് ദൈവം നിന്നെ ഉയർത്താൻ പോകുന്നു. നീ മടങ്ങുക പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക്. ഈ വചനം വായിച്ച് നീ പ്രാർത്ഥിച്ച് കർത്താവിനോട്, കർത്താവേ എന്നെ അല്ലെങ്കിൽ പുതിയതും മൂർച്ചകളും പല്ലേറിയതുമായ ഒരു മെതിവണ്ടിയാക്കി മാറ്റണമേ, ആത്മാവിന്റെ ശക്തി എന്റെ മേൽ പകരണമേ നീ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിന്റെ മേൽ ആത്മാവിന്റെ ശക്തി അയക്കുക മാത്രമല്ല, ആത്മാവിന്റെ ശക്തി നിന്റെ മുമ്പിൽ വന്നു കഴിയുമ്പോൾ ഹല്ലേലൂയ പർവ്വതങ്ങളെ നീ മെതിച്ച് ആമേൻ പൊട്ടിക്കുക തന്നെ ചെയ്യും. നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നങ്ങളെ നീ അവനെ മെതിച്ച് പൊട്ടിക്കും. പ്രൈസ് ദി ലോർഡ്. അതുപോലെ നിനക്ക് ദൈവം തരുന്ന വാഗ്ദത്തം പിന്നെ ശക്തമായ വാഗ്ദത്തമാകട്ടോ. ഹല്ലേലൂയ. നീ ദൈവത്തിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഇങ്ങനെ വായിക്കുമ്പോൾ ഇസ്രായേലിനോട് ദൈവത്തിന്റെ കരുണ എത്ര വലുതാണെന്ന് ചിന്തിക്കണം അല്ലെ. അപ്പം പുഴുവായിരുന്ന യാക്കോബ് അഥവാ ഇസ്രായേലിനെ ആമൻ ഇത്രമാത്രം ദൈവം ഉപയോഗിച്ചെങ്കിൽ നമുക്കറിയാം. നമ്മൾ ഇസ്രായേലിനെ നമ്മൾ ചിന്തിച്ചു നോക്കി, ലോക രാജ്യങ്ങളെല്ലാം ഒന്നടങ്കം എഴുന്നേറ്റ് ഇസ്രായേലിനെ പടപൊരുതിയിട്ടും ഹല്ലേലൂയ ഇസ്രായേലിനെ പടപൊരുതി ഒരു പുഴുവിനെ പോലെ വേണം ഇസ്രായേലിനെ ഞെരിച്ച് കൊല്ലാമെന്ന് ചവിട്ടി വിധിച്ച് കളയാമായിരുന്നു. പക്ഷികൾ കൊത്തി പറിക്കിച്ച് കൊണ്ടുപോകുന്നത് വേണമെങ്കിൽ രാഷ്ട്രങ്ങൾ ഇസ്രായേലിനെ തരിപ്പണമാക്കാമായിരുന്നു. പക്ഷേ അല്ലെ, ദൈവം ഇസ്രായേലിനോട് കൂടെയുള്ളത് കൊണ്ട് പുഴുവായ ഇസ്രായേലിനെ, പുഴുവായ യാക്കോബിനെ, പുഴുവായ ഇസ്രായേൽ അല്ലെങ്കിൽ ഇസ്രായേൽ ദൈവം ഒരു മെതിവണ്ടിയെ പോലെയാക്കി മാറ്റി. അവർക്ക് മുമ്പിൽ പർവ്വത സമാനമായിരിക്കുന്ന അവരുടെ മുമ്പിൽ നിന്ന് പ്രശ്നങ്ങളെ അവർ തകർക്കുന്നെങ്കിൽ പിന്നെ നീ എന്തിനാ ഭയപ്പെടുന്നത്? അല്ലേ, പുതിയ നിയമ ഇസ്രായേൽ, പുതിയ നിയമസഭ ദൈവത്തിൻ്റെതാണ്. അവരെ തൊടുന്നത് ദൈവത്തിന്റെ കണ്ണിലെ കൃഷ്ണമണിയെ തൊടുന്നത് പോലെ ദൈവം അവർക്ക് തീമതിലും കോട്ടയും. അതുകൊണ്ട് ഇസ്രായേലിനെ ദൈവം എന്ത് ചെയ്തു? ആമേൻ പുതിയതും മൂർച്ചയേറിയതും പല്ലേറിയതുമായി മെതിവണ്ടിയാക്കി തീർത്തു. അവർ പർവ്വതങ്ങളെ മെതിച്ച് പൊടിക്കുകയും കുന്നുകളെ പതർപ്പോടി ആക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ വാഗ്ദത്തം. അതുകൊണ്ട് ഇസ്രായേലിനെ തൊട്ട് കളിക്കുന്നവർ സൂക്ഷിച്ചു വേണം. ഹല്ലേലൂയ. ദൈവസഭയെ തൊട്ട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം. കർത്താവിന്റെ ദാസ്യദാസന്മാരുടെ രക്തം ചൊരിയിക്കുന്നവർ സൂക്ഷിച്ചു വേണം. അല്ലെങ്കിൽ അവരോട് ഇടവൻ ദൈവത്തിന്റെ ന്യായവിധിയുടെ കരം നിങ്ങളുടെ മേൽ വരാൻ സമയമായി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ന്യായവിധിയുടെ കരം വരാൻ വെളിപ്പെടാൻ സമയമായി. ഞങ്ങൾ ദൈവത്തിന്റെ വചനം മാത്രമേ പ്രസംഗിക്കത്തുള്ളൂ. ഞങ്ങൾക്ക് വേറെ ഊഹാഭോഗങ്ങളും കെട്ടുകഥകളും കിഴവിക്കഥകളും അമ്മമ്മ കഥകളും ഒന്നും പറഞ്ഞ് ഭരിപ്പിക്കാൻ ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. കിഴവിക്കഥകളും അമ്മമ്മ കഥകളും കെട്ടുകഥകളും അല്ലുരിയ സങ്കല്പങ്ങളും ഐതിഹ്യങ്ങളും കൊണ്ടൊന്നും അല്ല ദൈവത്തിനും എഴുതിയിരിക്കുന്ന വചനം ദൈവത്തിന്റെ വായിൽ നിന്ന പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട ജീവന്റെ വചനമാണ്. ആ വചനം അതുപോലെ ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ എന്ത് ചെയ്യുന്ന ആ വചനത്തിനകത്ത് ദൈവം ചിലരേക്ക് മിതിവണ്ടി പോലെയാക്കി മാറ്റും. ചില കുടുംബങ്ങളെ, ചില വ്യക്തികളെ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്നെ തകർക്കാൻ ശ്രമിക്കുന്ന ശത്രുവിന്റെ മുമ്പിൽ ദൈവം നിന്നെ ഉയർത്താൻ പോകുക. ശുശ്രൂഷ നിനക്ക് ഉയരുവാൻ കഴിയാതെ, ശുശ്രൂഷ നീ വിജയിക്കാൻ കഴിയാതെ, പഠിക്കുവാൻ നിനക്ക് കഴിയാതെ, പരീക്ഷ വരുമ്പോൾ നീ പരാജയപ്പെടുന്ന, പരീക്ഷ നിനക്ക് ഭയം കൊണ്ട് തരുന്ന, നിന്റെ ബിസിനസ്സിനെ തകർക്കുന്ന, ജോലിയെ തകർക്കുന്ന, നിന്റെ കുടുംബ ജീവിതത്തെ തകർക്കുന്ന, നിന്റെ ഭവനത്തെ ഇല്ലായ്മയെ ശ്രമിക്കുന്ന പിശാചിന്റെ കയ്യിൽ ദൈവം നിന്നെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഹല്ലേലൂയ. ഇന്ന് പകൽ നീ പ്രാർത്ഥനയിലേക്ക് മടങ്ങുക. ദൈവം നിന്നെ മൂർച്ചയേറിയ മെതിവണ്ടിയാക്കി മാറ്റാൻ പോവുകയാണ്. മടങ്ങുക. ദൈവം നിന്നോട് കൂടെയാ. ദൈവം നിന്നോട് കൂടെയാ. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് ഞങ്ങൾ ഈ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പം വകയില്ലാത്ത വേലക്കാനായി ദൈവത്തിന് കൊള്ളാകുന്നതിനായി നിൽക്കുകയാണ് ഞങ്ങൾ. 1 തെസ്സലോനിക്ക ലേഖനമൊക്കെ 2 ബെരോവായിലുള്ള ബെരോക്കാരെ കുറിച്ചുള്ള സംഭാഷണത്തിൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. അതുപോലെ തന്നെ 2 തിമോഥെയോസ് ലേഖനം വായിച്ചാലും സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പം വകയില്ലാത്ത വേലക്കാനായി ദൈവത്തിന് കൊള്ളാമെന്നായി നീക്കണം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ ഉറച്ചു നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവവചനമാണ് നമ്മുടെ അടിസ്ഥാനം കേട്ടോ. ദൈവത്തിന്റെ വചനമാണ് അടിസ്ഥാനം. ഈ അടിസ്ഥാനത്തെ ഉറപ്പിക്കുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ നീ വചനത്തിൽ ഉറച്ച് നിന്നുകൊണ്ട് നിന്റെ പ്രാർത്ഥനയുടെ അടിസ്ഥാനം ഉറപ്പിച്ച് നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നീ ജയാളിയാ കേട്ടോ സഹോദര. ഹല്ലേലൂയ. കാലങ്ങളായി നിന്നോട് വാതുകെട്ടി നിൽക്കുന്ന ചില തന്ത്രങ്ങളുണ്ട് കേട്ടോ. നിന്നെ തകർക്കാൻ വേണ്ടി ദൃഷ്ടി വെച്ച് നിന്റെ മേൽ അല്ലയ്യ തന്ത്രങ്ങൾ വിനയുന്ന ചില ആളുകളുണ്ട്. നിന്നെ കാണുമ്പോൾ മുമ്പല്ല് കൊണ്ട് ചിരിച്ചുകൊണ്ട് നിന്റെ തോളിൽ കൈയിട്ട് നടക്കുന്ന, നിന്റെ മേശയിൽ വന്ന് ഊണ് കഴിക്കുന്ന ചിലർ നിനക്ക് പ്രതികൂലമായിട്ട് നിൽക്കുക കേട്ടോ.
അല്ലേലിയ. ഒന്നിച്ച് കൂട്ട് ബിസിനസ് ചെയ്യുന്ന ചില ആളുകളോട് പറയട്ടെ, നിന്നെ തകർക്കുവാൻ നിന്റെ ബിസിനസ് ഇല്ലായ്മ ഇത് നിന്നെ ഒറ്റപ്പെടുത്താൻ ചില തന്ത്രശാലികൾ, ചില തന്ത്രങ്ങൾ വരെ കൂട്ട് ബിസിനസ് ചെയ്യുന്ന ചില വ്യക്തികളുടെ ജീവിതത്തിൽ ചില പ്രതികൂലത്തിന്റെ സാഹചര്യങ്ങളെ വരാൻ പോകുന്നുവെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുക. അതുകൊണ്ട് ഇന്ന് പകൽ നീ പ്രാർത്ഥനയിലേക്ക് വന്നാൽ നിനക്ക് മുമ്പിൽ നിൽക്കുന്ന ആ പർവ്വതത്തെ ദൈവം നിന്നെ കൊണ്ട് തന്നെ മെതിവണ്ടിയെ പോലെ മെതിച്ചു കളയും. പ്രൈസലോ. അല്ലേലിയ. ദൈവം നിന്നെ ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുക. നിന്നെ തകർക്കുവാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് വചനം പറയുന്നത് അല്ലേലൂയ, യാക്കോബിന്റെ മഹത്വത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് പുഴുവായ യാക്കോബിന് ദൈവം കൊടുത്ത മഹത്വത്തെക്കുറിച്ചാണ് ഈ ഭാഗത്ത് വിചരിച്ചത്. അവൻ ദൈവത്തിന്റെ കയ്യിലെ ഒരു മെതിവണ്ടിയായിരിക്കും. അല്ലേലൂയ. ഇസ്രായേൽ രാഷ്ട്രം ആരാണ്? ദൈവത്തിന്റെ കരങ്ങളിൽ ഒരു മെതിവണ്ടിയാ. അല്ലേലൂയ. അല്ലൊരു പുഴുവായിരുന്നു ഇസ്രായേലിനെ. ആർക്കും ചവിട്ടി വിധിച്ച് കൊല്ലുവാൻ കഴിയുമായിരുന്നു ഇസ്രായേലിനെ ദൈവം ഒരു മെതിവണ്ടിയാക്കി മാറ്റി. ലോകം ഭയപ്പെടുന്ന ഒരു രാജ്യമായി ഇസ്രായേലിനെ മാറ്റിയെങ്കിൽ അല്ലേലൂയ, ദൈവം നമ്മോട് കാണിക്കുന്ന കരുണ. അതുകൊണ്ടാണ് ഈ ക്രൈസ്തവ വിശ്വാസികൾക്കെതിരെ വളരെ ഭീകരമായ ആക്രമണം അഴിച്ചുവിടുന്നത്. എന്തുകൊണ്ടാണ്? അവരോട് എതിർത്ത് നിൽപ്പാൻ കഴിയില്ല, അവരോട് നേരിടാൻ കഴിയില്ല. അവരുടെ പ്രാർത്ഥനയോട്, അവരുടെ വിശ്വാസത്തോട്, വചനത്തോട്, അവർ കൈപിടി സത്യവേദപുസ്തകത്തോട്, അതിനകത്ത് എഴുതിയ ജീവന്റെ വചനത്തോട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ള സകലർക്കും അറിയാം. അതുകൊണ്ട് എന്ത് ചെയ്യുക? അവർ ക്രൈസ്തവ വിശ്വാസികളെ തകർത്ത് കളയുക, കൊന്നുകളയുക. അവർ പ്രതികാരം ചെയ്യുക. നമുക്ക് പ്രതികാരമില്ല. നമ്മുടെ കർത്താവ് ആരോടും പ്രതികാരം ചെയ്തിട്ടില്ല. നമ്മളവരെ സ്നേഹിക്കുക. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നാം ദൈവത്തിന്റെ വചനത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ് ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശക്തിയില്ലാത്ത മനുഷ്യനാണോ? നിങ്ങൾ മറ്റുള്ളവരും പിശാചിന്റെ മുമ്പിൽ, ശത്രുക്കളുടെ മുമ്പാകെ നിൽപ്പാൻ നിനക്ക് ശക്തിയില്ലാത്തവനാണെങ്കിൽ ദൈവം നിനക്ക് ശക്തി നൽകും. അല്ലേലൂയ. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അല്ലേലൂയ 40-ാം അധ്യായം 28, 29, 30, 31 വാക്യങ്ങൾ നമുക്ക് സുപരിചിതമായ വാക്യമാണ്. പ്രവചന ദൂതാണ്, നിന്നോടുള്ള ദൂതാണ്. ദൈവത്തിന്റെ വചനം പറയുകയാണ്, നിനക്ക് അറിഞ്ഞുകൂടെയോ, നീ കേട്ടിട്ടില്ലയോ, യഹോവ നിത്യദൈവം. ആരാണ് നിത്യദൈവം? യഹോവയായ ദൈവം. അല്ലേലൂയ. സ്തോത്രം. അല്ലേലൂയ. സ്തോത്രം. എന്നിട്ട് പറയാണ് അല്ലേലൂയ സ്തോത്രം, അവൻ ഭൂമിയുടെ ആർത്തികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അവന്റെ ബുദ്ധി അപ്രമേയമത്രേ. അല്ലേലൂയ. നമ്മുടെ ദൈവം ക്ഷീണിക്കുന്നുമില്ല, തളർന്നു പോകുന്നുമില്ല. അവന്റെ ബുദ്ധി അപ്രമേയമത്രേ എന്ന് പറയുക. എന്നിട്ട് അല്ലേലൂയ. എന്നിട്ട് പറയാ, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവനെ ബലം വർദ്ധിപ്പിക്കുന്നു. അതെന്ത്? ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ നിനക്ക് ശക്തി നൽകുന്ന ദൈവമാണ്. നീ ബലമില്ലാത്തവനാണെങ്കിൽ നിനക്ക് ബലം നൽകുന്നവനാണ് എൻ്റെ കർത്താവ്. ഹല്ലേലൂയ. എന്നിട്ട് കർത്താവ് പറയാണ്, ആമേ ബാലിക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും. ബാലിക്കാർ തളർന്ന് ഇടറി വീഴും. അമ്മേ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. യൗവനക്കാർ ഇടറി വീഴും. എങ്കിലും അല്ലേലൂയ, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും എന്നുള്ളതും ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. അതും ഇസ്രായേലിനുള്ളതാണ്. പുതിയ നിയമസഭയ്ക്കുള്ളതാണ്. സഭയ്ക്കുള്ളതാണ്. പുതിയ നിയമ വിശ്വാസികൾക്കുള്ളതാണ്. മാത്രമല്ല, ഇത് ക്രൈസ്തവ വിശ്വാസികൾക്കുള്ളതാണ്. ഈ വാഗ്ദത്തങ്ങൾ പ്രവാചകൻ എഴുതിയിരിക്കുക, നീ ജനിക്കുന്നതിന് മുമ്പേ, നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ദൈവത്തിന്റെ വചനം നിനക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്. ഈ വചനം പ്രവാചകൻ രേഖപ്പെടുന്ന കർത്താവാൻ യേശുക്രിസ്തുവിന്റെ ജനനത്തിന് 700 വർഷങ്ങൾക്ക് മുമ്പ് ഈ വചനം ഈ ഭൂമിയിൽ നിവർത്തിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് എഴുതി. കർത്താവാൻ യേശുക്രിസ്തുവിന്റെ ഈ ലോക ജീവിത യാത്രയിലും കർത്താവാൻ യേശുക്രിസ്തുവിന്റെ മുമ്പിലും പല പർവ്വതങ്ങളും പല കുന്നുകളും ഉണ്ടായിട്ടും അതിനെ എല്ലാവരും മെതിവണ്ടിയെ പോലെ നിന്നുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? അതിനെല്ലാം തകർത്ത് കളഞ്ഞു. യേശുക്രിസ്തുവിനെ എന്തെല്ലാം പ്രതികൂലങ്ങൾ കടന്നു. യേശുവിന്റെ ജനനം മുതൽ യേശുവിനെ തകർക്കുവാൻ ഹെരോദാവ് തുടങ്ങിയ കയ്യാഫ മഹാപുരോഹിതന്മാരടക്കിയ മഹാപുരോഹിത ശാസ്ത്രന്മാരും പരീശന്മാരും സദൂക്യരും അനവധി ദുരിത സംഘടനകൾ അന്നുള്ളവർ പലരും യേശുക്രിസ്തുവിനെ ഒതുക്കിക്കളയോ ഇല്ലായ്മയോ അവനെ കല്ലറയ്ക്കകത്ത് വെച്ച് തകർക്കാൻ പൂട്ടിക്കളയാൻ വേണ്ടി പലരും ശ്രമിച്ചെങ്കിലും യേശു അതിനെല്ലാം ജയിച്ചു.
കാരണം യേശു നല്ല പ്രാർത്ഥനയുടെ അനുഭവമായിരുന്നു. അതുകൊണ്ട് യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോഴും യേശു ക്രിസ്തുവിനോടുള്ള ബന്ധത്തെ ഈ വചനം വായിച്ചാലും, ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതും പുതിയതും മൂർച്ചകളും പല്ലേറിയതും ആയ മെതിവണ്ടിയാക്കി തീർക്കും, നീ പർവ്വതങ്ങളെ മെതിച്ച് പൊടിക്കുകയും കുന്നുകളെ പതപ്പോടെ ആക്കുകയും ചെയ്യുമെന്ന് യേശുവിന്റെ ശുശ്രൂഷയുടെ മഹാത്മ്യത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ തന്നെ ഈ വചനത്തിന്റെ മഹാത്മ്യത്തെക്കുറിച്ച് നീ നിന്റെ ജീവിതത്തെ ഏറ്റെടുത്ത് പ്രവാചകൻ നിന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കൂടെയാണെന്ന് നീ ബോധ്യമുണ്ടാകണം. ലേരിയ അത് നമുക്കൂടുള്ള വചനമാകട്ടോ. ലേരിയ അതുകൊണ്ടാണ് നമ്മൾ ഈ തകരാതെ നിൽക്കുന്നത്. ലേരിയ എന്നെ കേൾക്കുന്ന വിശ്വാസ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ പല പ്രതിസന്ധികളുള്ളതാ. വിശ്വാസം ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ, ക്രിസ്തുവിന് വേണ്ടി നിൽക്കുമ്പോൾ പട്ടുമെത്തയുടെ അനുഭവം അല്ല കേട്ടോ. അല്ലേ? ചിലരുടെയൊക്കെ ചിന്ത യേശുക്രിസ്തുവിനെ അനുഗമിച്ചു കഴിഞ്ഞാൽ പട്ടുമെത്ത അനുഭവമാണ്. ചിലർക്ക് പറയുന്നത് പെന്തക്കോസ്തിലേക്ക് വന്നാൽ ഈ കറുത്ത പുസ്തകം എടുത്താൽ അമേരിക്കയിൽ നിന്ന് പൈസ വരും, ജപ്പാനിൽ നിന്ന് പൈസ വരും, ഇംഗ്ലണ്ടിൽ നിന്ന് പൈസ, ജർമ്മനിയിൽ നിന്ന് പൈസ വരും, പിന്നെ ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ പൈസ വരും, സിംഗപ്പൂരിൽ നിന്നൊക്കെ ഇങ്ങനെയൊക്കെ പൈസ വരുമെന്ന്. അങ്ങനെയൊക്കെ എന്നോട് ഒത്തിരി പേര് അമേരിക്കയിൽ നിന്ന് വല്ലതും കിട്ടുമോ, ഗൾഫിൽ നിന്ന് വല്ലതും കിട്ടും? ഞാൻ പറയാം, എൻ്റെ സഹോദരൻ, അമേരിക്കയുടെയും ജർമ്മനിയുടെയും ഗൾഫിൻ്റെ ഒന്നും പൈസ കൊണ്ടൊന്നും അല്ല സുവിശേഷ വേല ചെയ്യുന്നത്. അവരും തന്നിട്ടല്ല, അവരൊക്കെ വല്ലതും തന്നു, അല്ലെ തന്നില്ല, നമ്മളെ അറിയത്തു പോലുമില്ല. അല്ലേ അറിയാം, നമ്മളൊന്നും അറിയത്തുമില്ല. അവരൊക്കെ വിദേശത്തുള്ളവരൊക്കെ അറിയുന്ന വലിയ വലിയ പ്രവാചകന്മാരെയും വലിയ വലിയ പ്രാസംഗികരെയും പ്രാസംഗിപ്പിച്ച് പ്രസംഗിക്കുന്നവരെ, അത്ഭുതങ്ങൾ അടയാളങ്ങൾ പ്രവർത്തിക്കുന്നവരെ, വ്യാജ ഉപദേശം ചെയ്യുന്ന കള്ള പ്രവാചകന്മാരെ, കള്ള ഉപദേശിമാരെ, കള്ള അപ്പോസ്തലന്മാരെ, കല ചെയ്ത അത്ഭുതങ്ങൾ മറ്റെവിടെയും കാണുന്ന അത്ഭുതങ്ങൾ കൊണ്ട് കാണിച്ച് പിന്നെ നിങ്ങളുടെ വീടിന്റെ വിവരങ്ങളെല്ലാം നേരത്തെ ഒന്ന് അന്വേഷിച്ചത് പിന്നെ സ്വാമി ശുശ്രൂഷയ്ക്കകത്ത് വിളിച്ചു പറയുമ്പോൾ അങ്ങനെ പറയുന്നവരെയാണ് ഈ വിദേശത്തുള്ളവർ കൂടുതൽ അറിയുന്നത്. ശരിയാ, സാധാരണക്കാരായിരിക്കുന്ന എന്നെപ്പോലെയുള്ള ഞങ്ങളെപ്പോലുള്ള ചെറിയൊരു ശുശ്രൂഷകരെ വിദേശത്തുള്ളവരൊന്നും അറിയത്തില്ല. ഞങ്ങളൊന്നും കണ്ടാൽ പോലും ഞങ്ങൾ പറയുന്ന വചനം പോലും ശ്രദ്ധിക്കത്തില്ല. അല്ലേ? പക്ഷേ ഞങ്ങൾ അല്ലെങ്കിൽ വിദേശ പണം കൊണ്ടല്ല ജീവിക്കുന്നത്. ഞങ്ങളെ ദൈവം എന്ത് ചെയ്തു? ഞാൻ നിന്നെ പുതിയത് മൂർച്ചയും പലേറുമായി മെതിവട്ടിയാക്കി തീർക്കുന്നു, നീ പർവ്വതങ്ങളെ മെതിച്ച് പൊടിക്കുകയും കുന്നുകളെ പതപ്പൊടി ആക്കുകയും ചെയ്യുന്ന ഞങ്ങൾക്കുള്ളൊരു വാക്തത്വമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ആ വാക്തത്തിൽ ഉറച്ചു നിൽക്കുന്നു. ദൈവം ഞങ്ങളെ നടത്തുന്നു. ഞങ്ങള് സുഖരൂപ ജീവിതം നയിക്കുന്നവരിൽ, ആഡംബര ജീവിതം നയിക്കുന്നവർ, ആഡംബര കാറുകൾ നടക്കുന്ന വലിയ സൗദങ്ങളിൽ താർക്കുന്നവരില്ല. ഞങ്ങൾ പ്രാർത്ഥനയാൽ ഞങ്ങളുടെ കാര്യങ്ങളെ സാധിപ്പിക്കുക. അപ്പൊ അതും ചിലർക്ക് എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ഗൾഫിന്നില്ല. ചിലരോട് നൂലെ കെട്ടി ഇറക്കി തരുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ദൈവം നൂലേരൊക്കെ കെട്ടി ഇറക്കി തരും സഹോദര. നമ്മുടെ ആവശ്യങ്ങളുടെ നടുവിൽ നമ്മൾ ദൈവത്തിന് പ്രാർത്ഥിച്ച് വിശുദ്ധിയോടെ നിൽക്കുന്നെങ്കിൽ നൂലേൽ ഇറക്കി തരുന്നത് പോലെ ദൈവം ചില നന്മകളെ തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താനത്തിൽ പൊന്നാരങ്ങ എന്ന് പറഞ്ഞ പോലെ ദൈവം ചിലത് നമ്മുടെ കൺമുമ്പിൽ തരും. ഞാൻ അനുഭവസ്ഥനാകട്ടോ. കാരണം ഈ വചനമുണ്ടല്ലോ, പുഴുവായി യാക്കോബിനെ ഇത്രമാത്രം മഹത്വത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നവന്റെ വിഷയങ്ങൾക്കകത്ത് ദൈവം ഇടപെടും. ദൈവം നമ്മെ അനാഥനായി വിടത്തില്ല. കർത്താവിനെ പറയുന്നത് ഞാൻ നിന്നെ അനാഥനായി വിടത്തില്ലെന്ന് രക്തം ചെയ്യും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, താമി സ്തോത്രം വലിയ വചനം പറയുകയാണ്, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറുമ്പോൾ തളർന്നു പോകാൻ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യുമെന്ന്. നമുക്കൊരു ബലം യേശുവാകട്ടോ, നമുക്കൊരു ധൈര്യം യേശുവ, നമ്മുടെ സങ്കേതം യേശുവ, നമ്മുടെ കോട്ട യേശുവ, നമ്മുടെ ശൈലം യേശുവ, നമ്മുടെ പാറ യേശുവ. അല്ലേ? നമ്മെ താങ്ങി നിർത്തുന്നതെല്ലാം നമ്മുടെ കർത്താവാണ്. രക്തം ചെയ്യും. അതുകൊണ്ട് ഇന്ന് പകൽ പല സന്ദർഭങ്ങളിലും നിങ്ങളുടെ ശരീരം തളർന്നു പോയേക്കാം, ക്ഷീണിച്ചു പോയേക്കാം, പ്രാർത്ഥിക്കാൻ കഴിയാതെ നിങ്ങൾ അവശരായേക്കാം. അപ്പോൾ നിങ്ങൾ തുരുമ്പ് പിടിച്ചൊരു കോടാലിയെ പോലെ ഇരിക്കാതെ ആവർത്തിച്ചു. ചിലപ്പോൾ നിങ്ങൾക്ക് ഹല്ലേലൂയ സ്തോത്രം, നിങ്ങൾ തളർന്നു പോയേക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം തളർന്നേക്കാം, നിങ്ങൾ ക്ഷീണിച്ചു പോയേക്കാം, പ്രാർത്ഥിക്കാൻ ഒട്ടും കഴിയാതെ, എഴുന്നേറ്റ് പോയി ഇരിക്കാൻ കഴിയാതെ നിങ്ങൾ പലപ്പോഴും തുരുമ്പ് പിടിച്ച കോടാലിയെ പോലെ നിങ്ങൾ മാറുന്ന അനുഭവമുണ്ട്. അങ്ങനെ നിങ്ങൾ തുരുമ്പ് പിടിച്ച കോടാലിയെ പോലെ ആയിരിക്കാതെ പ്രാർത്ഥിപ്പാനുള്ള സാഹചര്യത്തെ നീ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന് സ്തോത്രം പറഞ്ഞു തുടങ്ങുമ്പോൾ, ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തി തുടങ്ങുമ്പോൾ നിനക്ക് മുമ്പ് നിൽക്കുന്ന പ്രതിസന്ധികളെ ദൈവം നീക്കി തരും. രക്തം ചെയ്യാം. നമ്മെ കരം പിടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. അല്ലേരിയ, നമ്മൾ വിശുദ്ധനായി ജീവിക്കണം കേട്ടോ. അല്ലേരിയ, നമ്മൾ വിശുദ്ധനായി ജീവിക്കണം. അല്ലേരിയ, പാമ്പിനെ കാണുമ്പം തല കാണിക്കുക, മീനിനെ കാണുമ്പോൾ വാല് കാണിക്കുന്ന ഒരു മീനുണ്ടല്ലോ. അല്ലേരിയ,
ഈ വെള്ളത്തിലേക്ക് എന്തോ മുഴിപ്പാമ്പെന്നൊക്കെ പറയുന്നത്. മീനിനെ കാണുമ്പോൾ എന്ത് ചെയ്യും? വാല് കാണിക്കും. പാമ്പിനെ കാണുമ്പോൾ തല കാണിക്കും. ഞങ്ങളുടെ നാട്ടിൽ തെക്കൊക്കെ അതിനെ വ്യാഞ്ഞിൽ എന്നൊക്കെ പറയാറുണ്ട്. ഇങ്ങോട്ടൊക്കെ വന്നപ്പോൾ അതിന് മുഴിയും പാമ്പെന്നൊക്കെ പറയാറുണ്ട്. അന്ന് പറഞ്ഞ പോലെ ആകരുത് എൻ്റെ ജീവിതം. രണ്ട് തോണി നീ കാലി വെക്കരുത്. ദൈവത്തെ മാമൂനും കൂടെ സേവിക്കരുത്. അവിടെ ഇവിടെയും കൂടെ നിൽക്കാൻ ശ്രമിക്കരുത്. നിന്റെ ജീവിതത്തിൽ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കണം. വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ച് നീ യഹോവയെ കാത്തിരിക്കുന്നവനാണെങ്കിൽ ആമേൻ, ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഇത് പലരും രണ്ട് തോണിയിലെ കാല്. ആമേൻ, രണ്ട് തോണി കിടക്കുന്നത് വെള്ളത്തിലല്ലേ. വെള്ളം നമ്മൾ ഓളം അടിച്ചു കഴിയുമ്പോൾ രണ്ട് തോണി കാല് വെച്ചിരിക്കുന്നവൻ തോണി ആ വെള്ളത്തിന്റെ ഇളക്കം കൊണ്ട് വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകുമ്പോൾ തോണി രണ്ടും കൂടെ അകലാൻ തുടങ്ങും. തോണി രണ്ടും കൂടെ അകലുമ്പോൾ വള്ളത്തിൽ കാല് വെച്ച് നിൽക്കും. രണ്ട് തോണിയിൽ കാല് വെച്ച് നിൽക്കുന്നവൻ വെള്ളത്തിന്റെ ഇളക്കം കൊണ്ട് തോണി മാറുമ്പോൾ അവന്റെ കാൽ വഴുതി അവൻ എന്ത് ചെയ്യും? വെള്ളത്തിൽ വീഴും. ലേലിയ നിലയില്ല കയറ്റി. അതുകൊണ്ട് നിങ്ങൾ രണ്ട് തോണി കാല് വെക്കരുത് കേട്ടോ. വിശുദ്ധിയിൽ ഉറച്ചു നിൽക്കണം. വിശുദ്ധിയിൽ ഉറച്ചു നിന്ന് നീ ഒരു പുഴുവാണെന്ന് നീ മനസ്സിലാക്കരുത്. നീ അല്ലയ്യ ആമേൻ, ദാവീദ് നീ കൃപയാണെന്ന് മനസ്സിലാക്കി നീ ആ അനുഭവത്തിന്റെ മഹത്വത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് എന്ന് നീ തിരിച്ചറിയുന്നെങ്കിൽ ഇന്ന് പകൽ നീ ദൈവത്തിന് വേണ്ടി നിന്റെ ജീവിതത്തെ വിട്ടുകൊടുക്കുക. കർത്താവ് നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിതം, ആമേ സ്തോത്രം. എസ്കേന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് എസ്കേന്റെ പുസ്തകം ഹല്ലേലൂയ 36-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുകയാണ്, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലമായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. കർത്താവ് നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ തരും. ഗുരുവായി യാക്കോബിന് പുതിയൊരു ഹൃദയം കൊടുത്തു, പുതിയൊരു ആത്മാവിനെ കൊടുത്തു. ഹല്ലേലൂയ. അവന്റെ കല്ലായുള്ള ഹൃദയത്തെ ഹല്ലേലൂയ കർത്താവ് ജഡത്തിൽ നീക്കി മാംസമായുള്ള ഹൃദയത്തെ യാക്കോബിന് ദൈവം നൽകി. രക്തം ചെയ്യും. അത് നിന്റെ കല്ലുപോലുള്ള ഹൃദയത്തെ നീ മാറ്റാൻ ഒരുങ്ങുന്നെങ്കിൽ മാംസമായ ഹൃദയം ദൈവം നിനക്ക് തരും. പുതിയ ഹൃദയം, പുതിയ ആത്മാവും തരും. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം വായി, ഒരുത്തൻ ക്രിസ്തുവിലായാലും പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാ, പഴയതിനെ നീക്കിക്കളഞ്ഞിട്ട് പുതിയതാകാൻ ശ്രമിക്കുക. കർത്താവ് നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ ചെയ്യും. ഞാൻ വായിച്ച വചനത്തിലേക്ക് വന്ന് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. വായിച്ച വചനം എന്താണ്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 14-15 വാക്യം. പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരിശയെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ഞാൻ നിന്റെ വീണ്ടെടുപ്പുകാരൻ, ഇസ്രായേലിന്റെ പരിശുദ്ധൻ തന്നെ. ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. നീ പർവ്വതങ്ങളെ മെതിച്ച് പൊടിക്കുകയും കുന്നുകളെ പതിപ്പോലെ ആക്കുകയും ചെയ്യും. ഇന്ന് പകൽ ദൈവത്തിന്റെ വാഗ്ദത്തം നിനക്കാകട്ടോ. ലേലി, ഈ വചനം കേട്ട സഹോദരൻ, നീ തകർന്നു പോകണ്ട. ദൈവം നിന്റെ കുടുംബത്തെ മാനിച്ചു ഉയർത്താൻ ആഗ്രഹിക്കുക. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയമായി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ ലോകരാജ്യം 800 കോടി ജനത്തിനായ തലമുറ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടിലൂട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന സകല ഗോത്രഭാഗങ്ങളെ, ആദിവാസികളെയും ട്രൈബൽ മേഖല എല്ലാ ഗോത്രഭാഗങ്ങളും ദ്വീപവാസികളെയും ശൈശവത്തിന് ബാല്യത്തിൽ കൗമാരി യുവനത്തിൽ വാർത്ത നിരാനും വൃത്തരസമ യാചകർ ഓർഫനേജ് ഓടഞ്ഞു തടവറയിലായിരിക്കും സകല ജനത്തെയും നിങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവ്, ലോകം വളരെ സകല ക്രൈസ്തവനെ സകല ജനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരുടെ മേലും ദൈവത്തിന്റെ കരം കൂടെ ഇരിക്കണമേ. ഉയരുവാൻ കഴിയാതെ മുമ്പോട്ട് പങ്കിടെ തകർച്ചയുടെ മാമില്ലാനുഭവത്തിൽ കടന്നു പോകുന്ന പ്രതിസന്ധി കടന്നു വലിയ കുടുംബങ്ങൾ, കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, വേദനകൾ, രോഗങ്ങൾ, വ്യാധികൾ, കടക്കണികൾ, കുടുംബം തകർന്ന മദ്യത്തിന് മയക്ക് ലഹരിക്ക് അടിപ്പെട്ട് കിടക്കുന്ന സാത്താനി പോരുകളാൽ പീഡനങ്ങൾ ഏൽക്കുന്ന സകല ജനത്തെ ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുകയാണ്. ക്രൈസ്തവ വിശ്വാസത്തിന്റെ പേരിൽ പീഡ അനുഭവിക്കുന്ന ദൈവദാസദാസമാണ് ദൈവമക്കൾ വിവിധ സംസ്ഥാനങ്ങളിൽ, രാജ്യങ്ങളിൽ, രാഷ്ട്രങ്ങളിൽ ഹല്ലേലൂയ സുവിശേഷം ചെയ്ത് കിടക്കുന്ന ദൈവമക്കൾ നമ്മുടെ ക്രൈസ്തവ വിശ്വാസികളെ കർത്താവ് ഇവിടുത്തെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവ് സ്തോത്രം. ഗുരുവാമി കർത്താവ് പാമ്പി സ്തോത്രം. പുതിയതും മൂർച്ചകളും പല്ലേറിയ മെതിവട്ടി പോലെ അവരെ ദിവസം പുറത്തെടുത്ത് ഹല്ലേലൂയ പ്രാർത്ഥനയിൽ അവരെ ശക്തിപ്പെടുത്തണമേ. അവർ മുമ്പിക്കുന്ന പർവ്വതങ്ങളെ മെതിച്ച് കുന്നുകളെ പതിപ്പോലെ പൊടിയാക്കുന്ന ഒരു അഭിഷേകത്തെ ഇന്ന് പകൽ ജനത്തിനെ കൊടുക്കണമേ. കടക്കണി കൊണ്ട് ഉയരുവാൻ കഴിയാതെ മരണം മതി എന്ന് പറഞ്ഞിരിക്കുന്ന ചില കടക്കണിയിൽ കൂടെ കടന്നു പോകുന്ന ചില കുടുംബങ്ങളെ വിട്ടിപ്പിക്കണമേ. ഒരു തൊണ്ട് ഭൂമിയില്ലാതെ, ഒരു തലയേപ്പം ഭവനമില്ലാതെ വാടക വിട്ട് വർഷങ്ങളായി കഴിഞ്ഞു പോകുന്ന ചില ജീവിതം കൊണ്ട് ദൈവപ്പെടണമേ. യോഗ പറയുന്നത് സൗരമാർ വിവാഹം നടക്കണം, സൗരമാർ വിവാഹം നടക്കണം. തലമുറകൾ മദ്യത്തിന് മൈക്ക് ലഹരി അടിപ്പെട്ട് മദ്യത്തിനിപ്പെട്ട് കിടക്കുന്ന കുടുംബജീവിത
എല്ലാം ചിന്ന ഭിന്നമായി തകർന്നു കിടക്കുന്ന ഡിവോഴ്സിന്റെ ഒക്കെ എത്തിക്കിടക്കുന്ന അനവധി കുടുംബങ്ങളെ ഇന്ന് മകൻ നിലവിയ ദൈവം ലഭിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് മടങ്ങി വരട്ടെ. വിദേശ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, ആഫ്രിക്കൻ, വെസ്റ്റേൺ രാജ്യം, പശ്ചാത്തല രാജ്യങ്ങളായിരിക്കുന്ന എല്ലാ ജനങ്ങളും 7 ഭൂഖണ്ഡങ്ങളിൽ കഷ്ടം സഹിക്കുന്ന അനവധി ദൈവജനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി അവരുടെ മേൽ പകരുമട്ടയാകണമേ. സകല മഹത്വം ദൈവസഭ അനുഗ്രഹിക്കും, ദൈവജനത്തെ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.